ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. മുടി കൊഴിച്ചിലുള്ളവർക്ക് മുടി നമുക്ക് അധികം പൊഴിഞ്ഞു പോകാതെ മുടിയെ ഹെൽത്തി ആക്കി വെക്കാനുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ പാക്ക് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് തലയിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം. ഇന്നത്തെ ഈ ഒരു പാക്ക് വന്നിട്ട് ചെറുതായിട്ടൊന്ന് മുടിക്ക് ഡ്രൈനെസ് ഉണ്ടാക്കുന്ന പാക്കാണ്. അതുകൊണ്ട് മുടിയിൽ എത്ര എണ്ണയുണ്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള എണ്ണ എടുക്കുക. എണ്ണ എടുത്തിട്ട് തേച്ച് കൊടുക്കുക. ഒരുപാട് എണ്ണ തേക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു എണ്ണമയം മതിയാവും. അപ്പോൾ എത്ര വേണോ അത്ര മാത്രം എണ്ണ എടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെമ്പരത്തി എണ്ണയാണ് കേട്ടോ. ഒരു സ്പൂണ് അത്രേ ഉള്ളൂ. അതൊന്ന് നന്നായിട്ട് തലയിൽ തേച്ച് കൊടുക്കാം. തലയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പാക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ പാക്കിന് വേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ഇത് മൂന്നുമാണ്: ഉലുവ, കറിവേപ്പില, പിന്നെ ചെമ്പരത്തിപ്പൂവ്. ഇത് മൂന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഉലുവയും ചെമ്പരത്തിപ്പൂവും മാത്രമായിട്ട് എടുക്കാം. അല്ല ഉലുവയും കറിവേപ്പിലയും തന്നെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് മൂന്നും കൂടെ എടുക്കാം. എന്തായാലും ഇത് മൂന്നിലേതെങ്കിലും ഒന്നും ഇല്ലെങ്കിലും മൂന്നും കിട്ടുവാണെങ്കിൽ മൂന്നും തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കറ്റാർവാഴയില്ലേ, ഫ്രഷ് കറ്റാർവാഴ, അതും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനത് എടുക്കുന്നില്ല. ഇപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്, ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ഒരു പൊടിയില്ലേ അതൊന്ന് മാറ്റിയിട്ട് ഇതളുകൾ മാത്രം അടർത്തി ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 5 ചെമ്പരത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത്. 5 മതിയെന്ന് വെച്ചാൽ കിട്ടുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പം 5 എണ്ണം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മുടെ കറിവേപ്പില എല്ലാം നല്ല കഴുകി എടുക്കണം. കറിവേപ്പിലയൊക്കെ കഴുകി എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ചെമ്പരത്തിപ്പൂ അധികം കഴുകാതിരിക്കുക. നല്ല ഫ്രഷായിട്ട് പറിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും ഞാൻ ഇട്ടു. കറിവേപ്പില ഒരു 5 തണ്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഉലുവയാണ് എടുക്കുന്നത്. ഉലുവ നമ്മൾ കഴുകി ഉണക്കി വെച്ചതാണെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കഴുകി വേണം ഉലുവ എടുക്കാനായിട്ട്. അപ്പം ഒരു 2 സ്പൂൺ ഉലുവയുണ്ട്. ആ ഉലുവയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ. ഇനി ഇത് നമ്മൾ തിളപ്പിക്കാനായിട്ട് ആണ് പോകുന്നത്. തിളപ്പിക്കാനായിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ ഒരു സത്തെല്ലാം, നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻറ്റിൻ്റെ സത്തെല്ലാം ആ വെള്ളത്തിൽ ചേർന്ന് അതൊരു 1 ഗ്ലാസ്സായി പറ്റി വരുന്ന സമയം വരെ നമ്മളിത് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഏകദേശം അത് ഇപ്പം ഞാനൊരു 7 മിനിറ്റ് എടുത്താണ് തിളപ്പിച്ചത്. അപ്പം നിങ്ങളുടെ അതൊന്ന് കുറുകുന്ന ആ ഒരു ടൈം വരെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരുപാട് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് ഒരുപാട് കട്ടിയായിട്ടുള്ള ഹെയർ പാക്കുകളൊക്കെ തലയിൽ തേച്ച് കൊടുക്കുന്നതിന് നല്ലത് ഇതുപോലെ ലൂസായിട്ട് അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള പാക്കുകൾ തേച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഹാർഡായിട്ടുള്ള പാക്കുകൾ തേച്ച് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് മുടി നമ്മുടെ പൊഴിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് പാക്ക് തേക്കുമ്പോഴും അത് കഴുകി കളയുമ്പോഴും ഒക്കെ മുടി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലത്തെ ലൈറ്റായിട്ടുള്ള പാക്കുകൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. മുടി കൊഴിച്ചിലുള്ളവർക്ക് ഇതുപോലെ തയ്യാറാക്കാൻ പറ്റിയ ലൈറ്റായിട്ടുള്ള പാക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, മുന്നേ ചാനലിലുണ്ട്. അതെല്ലാം കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ്, എൻ്റെ തലയിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് വീഡിയോ ആക്കി ഇടുന്നത് കേട്ടോ. എനിക്ക് റിസൾട്ട് തരുന്ന വീഡിയോസ് പാക്കുകൾ ഞാൻ കുറേ പിന്നെയും ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 7 മിനിറ്റ് എടുത്ത് നന്നായിട്ട് തിളച്ചു. അതൊന്ന് ഞാൻ തീ ഓഫ് ചെയ്ത് ഇനി ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് തണുപ്പിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് തണുപ്പിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സത്തെല്ലാം നമുക്ക് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ അധികം ഇങ്ങനെ പെട്ടെന്ന് തണുത്തിട്ട് അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടാതെ പോകരുതല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അടച്ച് വെച്ചിട്ടിത് തണുപ്പിച്ചെടുക്കുന്നത്. നന്നായിട്ട് തണുപ്പിച്ച ശേഷം ഞാനിത് അരിച്ചെടുക്കുവാണ്. ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ഒരു കളറ് ഫുള്ളായിട്ട് നമുക്ക് പാക്കിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിത് മൊത്തം നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ആ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ നമുക്ക് ഈ പാക്കിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ പാക്ക് ഇരിക്കുന്നത്. ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഒത്തിരി കട്ടിയായത് അല്ലല്ലോ, ലൈറ്റായിട്ടുള്ള പാക്കായതുകൊണ്ട് ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ചെയ്ത് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. അപ്പം എണ്ണയൊക്കെ തേച്ച് ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു പാക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുക്കുമ്പം സ്കാൽപ്പിലും മുടിയിലും എല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. മുടി കൊഴിച്ചിലുള്ളവർക്ക് ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും എഫക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക.
എന്തായാലും റിസൾട്ട് കിട്ടും കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.